റമദാന്റെ അത് നമുക്ക് തനിയായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കണില്ലല്ലോ, പിടിച്ചടുത്തുണ്ടായിട്ട് വെള്ളം എടുക്കണമെന്നില്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ മഹബത്ത് ഇവിടെയുണ്ട്. പക്ഷെ മറ്റുള്ളവർക്കും കൂടി അതെന്ത് ചെയ്യണം, ബാക്കി 11 മാസക്കാലം അതിന്റെ എഫക്റ്റ് ഉണ്ടാവണം. ആ രൂപത്തിൽ ഈ മാസം അത് നല്ലോണം പരിശീലിക്കണം. സുബ്ഹാനല്ലാഹ്, കേട്ടിട്ടില്ലേ നിങ്ങൾ? ഉദിപ്പകലിൽ ഒക്കെയും നോമ്പതും പേടിത്ത് ഉറങ്ങിടാതെ രാവിൽ നിന്ന് തൊളിതിടും സാദത്ത് മരണമാകും എണ്ട് പിണ്ട് ഓതിയൻ ആമാന് മാനിതാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാന് തരിത്തവരോടോതി ഞാൻ മുരിത്തിടാ സൗമാന് തനിയവൻ നോമ്പോടു കൂടെ എന്നെ ഇപ്പെടുത്താന്. 300 റക്അത്തൊക്കെ ഓരോ രാത്രി നിസ്കരിക്കുക. 300 റക്അത്ത് റമദാനിലൊരു മാസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാത്രി അല്ലത്. ജീവിതകാലം മുഴുവൻ രാത്രി 300-ലധികം റക്അത്ത് സുന്നത്ത് ഇങ്ങനെ നിസ്കരിക്കുക. സയ്യിദത്തുനാ നഫീസ ബീവി റളിയല്ലാഹു അൻഹ. ഇത് ഒരാളുടെ ചരിത്രമല്ല, അള്ളാഹുവിന്റെ മഹബൂബുകളാകുന്ന ഔലിയാക്കളൊക്കെ എങ്ങനെയാണ്. അതെങ്ങനെ 300 റക്അത്ത് എന്നും നിസ്കരിക്കുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യമില്ല. മഹബത്ത് കൽബിലുണ്ടോ പിന്നെ എങ്ങനെയെന്നുള്ളതില്ല. 2 ലക്ഷത്തിനൊക്കെയാണ് ഇപ്പം ഫോം വാങ്ങി കൊടുക്കുന്നത്. അതെങ്ങനെയെന്ന് ചോദ്യമുണ്ടോ? ഞാൻ പറഞ്ഞു സുന്നത്താണ് അവിടെ നിന്നാണ് പോകുന്നത്. അത് എണീക്കുമ്പോ തന്നെ ആരും വിളിക്കണം എന്നൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു സുന്നത്ത് ഈ മാസം എന്റെ യജമാനനായ എന്റെ മെഹബൂബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന് എണീക്കുന്നു. വേണമെങ്കിലും വേണ്ടെങ്കിലും എണീക്കന്നെ, ഒരു കാരക്കെങ്കിലും കഴിക്കന്നെ, ഒരു മുറുക്ക് വെള്ളം കുടിക്കന്നെ. അതിൽ വലിയ ബറക്കത്തുണ്ട്. അത് ദുന്യാവിലുണ്ട് ബറക്കത്തത്, ആഖിറത്തിനും ആ ബറക്കത്തുണ്ട്. ദുന്യാവിലെ ബറക്കത്താ ഞാൻ പറഞ്ഞത്. ഇതുവരെയായിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കണം നമുക്ക് മോഹം വരുന്നില്ല. അത് അത്താഴത്തിന്റെ ബറക്കത്താണ്. എന്നാൽ ആഖിറത്തിൽ ആ ബറക്കത്ത് നമ്മൾ കാണാതിരിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആ ബറക്കത്തുണ്ടാവും. ആരോഗ്യത്തിൽ ആ ബറക്കത്തുണ്ടാവും, കേൾവിയിൽ ആ ബറക്കത്തുണ്ടാവും, അത്താഴത്തിന്റെ കാഴ്ചയിൽ ആ ബറക്കത്തുണ്ടാവും. എല്ലാ രംഗത്തും ആ ബർക്കത്ത് റസൂലുള്ള പറഞ്ഞതാണ്. തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക. ആ ഒരൊറ്റ സുന്നത്ത് മതി നമ്മുടെ ജീവിതം ആകെ മാറ്റിമറിക്കാൻ. ഇതാണ് റമദാൻ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത്. അത്താഴം പാതിരാവിഷ്ണു കഴിഞ്ഞതിന് ശേഷമാണ്, അർദ്ധരാത്രിക്ക് ശേഷമാണ് അതിന്റെ സമയം തുടങ്ങുന്നത്. ഇശാന്റെ ശേഷം തന്നെ കഴിച്ചാൽ അത്താഴാകില്ല. അത്താഴം എന്ന് പറയുന്നത് അർദ്ധരാത്രിക്ക് ശേഷം സുബഹിയുടെ ഫജ്റിന്റെ ഉള്ളിലായിട്ടാണ്. അത് ഏറ്റവും നല്ല. എത്ര കണ്ട് അത്താഴം ബിന്ദിക്കുന്നുണ്ടോ അത്ര കണ്ട് സുന്നത്തിന്റെ ശക്തി കൂടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എത്ര കണ്ട് ബിന്ദിക്കാൻ കഴിയും അത്ര കണ്ട് ബിന്ദിക്കണം അത്താഴം. ബാങ്ക് കൊടുക്കാൻ നിൽക്കണ്ടെന്നേ ഉള്ളൂ. റസൂലുള്ള പറഞ്ഞു, എന്റെ ഉമ്മത്ത് അവർ വലിയ ബറക്കത്തിലാണ്. സഹൂർ, അത്താഴത്തിനെ പിന്തിക്കുന്ന കാലത്തോളം എന്റെ ഉമ്മത്തിന് വലിയ ബറക്കത്തുന്നുണ്ടെന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ബിന്ദിച്ചു. നബി തങ്ങൾ അത്താഴം കഴിച്ച് ഖുർആൻ ഓതും. 50 ആയത്ത് ഓതുമ്പോഴേക്ക് ബാങ്കിന്റെ സമയം. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്തിച്ചിരുന്നതിന്. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അത്താഴം കഴിച്ച ഒരു 50 ആയത്ത് ഓതുമ്പോഴേക്ക് ബാങ്ക് കൊടുക്കും. അത്രയും വ്യത്യാസം മതി. ഇതല്ലാതെ അങ്ങോട്ട് വേണ്ട. ചിലർ ബാങ്ക് കൊടുത്താലും കയ്യിലെടുത്ത് കഴിക്കാന്ന് പറഞ്ഞ ചില ടീമുകളുണ്ട്. അത് ഈ ഉമ്മത്തിന്റെ നോമ്പിനെ നഷ്ടപ്പെടുത്തുന്നതാണ്. അല്ലാഹുവിന്റെ റസൂല് 50 ആയത്തിന്റെ കേപ്പിട്ട് കൊടുത്തിരുന്നു. പിന്നെ ബാങ്ക് കൊടുത്താൽ എന്ത് ചെയ്യാറില്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം. അങ്ങനെ ആരോ എഴുതിയത് കണ്ടു, തെറ്റാണത്. അതുപോലെ അത്താഴം പറഞ്ഞപ്പോ അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയാണ്, നോമ്പ് തുറക്കുന്നത് എത്രയും പെട്ടെന്നാവണം, പിന്തിക്കാൻ പാടില്ല. അത്താഴം എത്രയും പിന്തിക്കാം, എന്നാൽ നോമ്പ് തുറക്കുന്നത്, നോമ്പ് മുറിക്കുന്നത് അത് സമയമായെന്ന് ഉറപ്പായാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിൽ കാണാം, കുലു വശ്റബു, നിങ്ങൾ വെള്ളം കുടിച്ചോളൂ, ഭക്ഷണം കഴിച്ചോളൂ. ഫജ്ർ വരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. അത് നിയ്യത്ത് നിങ്ങൾ എത്ര മുമ്പ് വെച്ചാലും, മഗ്‌രിബിന് നിയ്യത്ത് വെച്ചാലും ഭക്ഷണം ശേഷം കഴിക്കുന്നതിന് വിരോധമില്ല. നിയ്യത്ത് വെച്ചതിന് ശേഷവും ഭക്ഷണം കഴിക്കാൻ അതിനൊന്നും വിരോധമില്ല. പക്ഷെ ഏതുവരെ ഭക്ഷണത്തിന്റെ ലിമിറ്റ് അത് ഫജ്ർ സ്വാദിക്ക് വെളിവാകുന്നത് വരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. എന്നിട്ട് സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈൽ, നിങ്ങൾ നോമ്പ് ആ വ്രതം പൂർത്തിയാക്കേണ്ടത് രാത്രി വരെയാണ്.
രാത്രി എന്ന് പറഞ്ഞാൽ സൂര്യ അസ്തമനത്തോടു കൂടി ലൈലായി. പിന്നെ പിന്തിക്കാൻ പാടില്ല എന്നാണ് അതിനർത്ഥം. അപ്പം ബാങ്ക് കൊടുക്കണമെന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ബാങ്കാണ് ഒരു അടയാളം, അസ്തമിച്ചു, അതുകൊണ്ടാ ബാങ്ക് ബാങ്ക് നമ്മൾ പറയുന്നു. ബാങ്ക് കൊടുത്താലും ഇല്ലെങ്കിലും അസ്തമനം ഉറപ്പായോ എന്നാൽ ഉടനെ. അപ്പൊ ബാങ്കാണ്ട് കൊടുക്കണാണല്ലോ നമ്മുടെ നാട്ടിൽ. അതുകൊണ്ടാണ് മുഅദ്ദിൻ അമീനാവണം എന്ന് നിബന്ധന കിതാബിൽ കാണും. മുഅദ്ദിൻ ആവുലായി ആവാൻ പാടില്ല. ബാങ്ക് കൊടുക്കണ ഉസ്താദ് നല്ല വിശ്വസ്തനായ ആളാവണം. അങ്ങനത്തെ പോലെയാണ് മുഅദ്ദിൻ ആക്കേണ്ടതെന്ന. കാരണം ജനങ്ങളുടെ നോമ്പ് തുടങ്ങുന്നതും നോമ്പ് മുറിക്കുന്നതൊക്കെ അവരെ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്ക് കേട്ടാൽ സമയമായി എന്ന് ഉറപ്പായിട്ടാണുള്ളത്. പിന്നെ പിന്തിക്കണ്ട. അപ്പോ പിന്നെ മറ്റെന്തെങ്കിലും ജോലി അങ്ങോട്ടും ഇങ്ങോട്ടും. ചില ഉമ്മാര് പറയും അന്റെ ഒരു ആക്രാന്തം ബാങ്കാണ്ട് കഴിഞ്ഞോട്ടെ എന്ന് പറയും. ഇല്ല, ബാങ്ക് കഴിയാൻ നിൽക്കണ്ട. എന്തിനാ ബാങ്ക് കഴിയാൻ നിൽക്കണം? സമയമായി എന്ന് ഉറപ്പായോ പിന്നെ ബാങ്ക് കഴിയാനും നിൽക്കണ്ട, കഴിക്കന്നെ. അപ്പോ അതിന്റെ മുന്നേ തന്നെ സാധനമൊക്കെ ഒരുക്കി വെക്കുക, എല്ലാം റെഡിയാക്കി ഇങ്ങോട്ട് മുന്നിലിരിക്കുക. കുട്ടികളെയും കൊണ്ടിട്ട് ഭക്ഷണത്തിന്റെ നോമ്പ് പറ്റതല്ല, ഭക്ഷണത്തില്ല ഇരുന്നോളൂ, ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കൻ. എന്നിട്ട് ചൊല്ലന്നെ ഏത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഒരു 100 വട്ടം ചെല്ലണ കദ്ർ കണ്ടിരിക്കണം. മഗ്രിബിന്റെ സമയത്ത് 100 വട്ടം അത് ചെല്ലിയാലുള്ള പ്രതിഫലം എത്രയാണെന്നറിയോ? അപ്പൊ അത് മക്കളും കൂട്ടിയിട്ട് അതിങ്ങനെ ഇരിക്കുക. അല്ലെങ്കിൽ പള്ളിയിലാണെങ്കിൽ പള്ളിന്റെ അടുത്ത് ഇഫ്താറിന്റെ അവിടെ ചെല്ലിട്ട് എങ്ങനെ ഇരിക്കണേ, സാധനം മുന്നിൽ ഉണ്ടായിക്കോട്ടെ. അപ്പോഴോ ഈമാനാണത്. നേരത്തെ ഫ്രിഡ്ജിലെ വെള്ളം കുടിക്കാത്ത നല്ല വിശപ്പുണ്ട്, ദാവുണ്ട്, പക്ഷെ അതെന്താ കയ്യെത്തുന്ന അടുത്തുണ്ടായിട്ട് എന്താ ഇല്ല. അത് അല്ല പറഞ്ഞ സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈൽ. നമ്മൾ അള്ളാഹുവിനെ അനുഭവിക്കുകയാണ്. മുമ്പിൽ ഉണ്ടായിട്ട് എന്റെ അടിമ തിന്നുന്നില്ല. അള്ളാഹു മലക്കുകളോട് നമ്മെപ്പറ്റി പോരിശ പറയുമെന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കൽപ്പനയാണ്, ഓർഡറാണ്. ഓർഡർ തെറ്റിക്കൂല. മുമ്പിലുണ്ട് ഇരിക്കാൻ, ഇങ്ങനെ ചൊല്ലിയിട്ട് ബാങ്ക് കാതോർത്ത് നിൽക്കുകയാണ്. ആ ഈമാൻ, അതിന്റെ സൗന്ദര്യം എത്രയാണ്! എത്ര ഒരു ആസ്വാദനാണത്. അങ്ങനെ ആസ്വദിക്കണം നമ്മൾ അല്ലാഹുവിനെ. അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യാ, നോമ്പ് എന്നാലോ ചിലവര് 5 മിനിറ്റ് നേരത്തെ കൊടുക്കും. അത് ശ്രദ്ധിക്കണം. അത് പറ്റില്ല. നോമ്പ് സമയം എന്ത് ചെയ്യണം? അത്തിമ്മു സിയാമയിലല്ലേ. അതേസമയം ഞാന് ഇപ്പൊ ഒരാഴ്ച മുന്നാണ് പുറത്തു പോയി വന്നത്, കുറച്ച് ദൂരം പോയി. അപ്പൊ എന്നോട് ഒരാൾ മസ്അല വെച്ചു, ഉസ്താദെ 18 മണിക്കൂറൊക്കെ 16 മണിക്കൂറൊക്കെ പകലുണ്ട്, ഞങ്ങളിപ്പോ നോമ്പ് എന്താ ചെയ്യുന്നത്? 16 മണിക്കൂർ 18 മണിക്കൂർ ഇങ്ങോട്ട് ബാക്കി രാത്രി എത്ര ഉള്ളത് ചോദിച്ചു. ബാക്കി 24 ബാക്കി രാത്രിയാണ് അറിയാം. ആകെ 24 ആവും പകലും കൂടി 24 തന്നെ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്തു, ചില ടൈമിൽ രാത്രി കൂടുന്നു, അല്ലെ പകല് കൂടുന്ന. ഓക്കെ, എന്നാലും എന്ത് ചെയ്യണം? ആ 18 മണിക്കൂർ ആവുമ്പോഴേ രാത്രി ആവുമെങ്കിൽ സുമ്മ അതിമ്മുൽ സിയാമയിലെ ലൈൽ എന്നല്ല അല്ല പറഞ്ഞത്. അപ്പൊ ആ 18 മണിക്കൂർ മുമ്പ് പറ്റോളണം. ചിലവർക്ക് 20 മണിക്കൂറുണ്ട്, 2 മണിക്കൂർ 4 മണിക്കൂറേ രാത്രി ഉള്ളെങ്കിൽ 20 മണിക്കൂർ പറ്റോളണം. അല്ല, ചില സ്ഥലങ്ങളിൽ 6 മാസം 6 മാസം ഉണ്ടാവും. 6 മാസം അപ്പൊ 24 മണിക്കൂറല്ല, 24 മണിക്കൂറേ രാവും പകലുള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം എത്ര ആയാലും ആ പകല് മുഴുവൻ നോമ്പ് പറ്റണം. അത് ചിലർക്ക് 2 മണിക്കൂറേ പകലുള്ളൂ എന്നൊക്കെ ഉൽക്കാവ് മതി. പിന്നെ അസ്തമനാണ്, ബാക്കി 18 20 മണിക്കൂർ. രാത്രിയാണെങ്കിലോ മതി, അത്ര മതി. എന്നാ പിന്നെ അങ്ങനത്തെ വലിയ രാജ്യത്തും പോയി ഇരിക്കാന്നില്ലേ? അത് ഓരോരുത്തർക്ക് അള്ളാഹു കൊടുക്കുന്ന നസീബാണ്. അങ്ങനത്തെ അതത്രേ ഉള്ളൂ. അതേസമയം 24 അധികമുണ്ട് രാവും പകലും എന്നുള്ള ചില സ്ഥലങ്ങളിൽ എന്തുണ്ടാവും? നമ്മുടെ ഭൂമധ്യരേഖയിൽ നിന്ന് ഭൂമി തെറ്റി നിൽക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്കറിയാലോ. അപ്പൊ 6 മാസമോ 4 മാസമോ ഒക്കെ രാത്രി ഉണ്ടാവും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖ്ദുറൂല, തൊട്ടടുത്ത പ്രദേശത്ത് എങ്ങനെയാണോ രാവും പകലുള്ളത് അതുപോലെ കണക്കാക്കിയിട്ട് ഇവിടെ എന്ത് ചെയ്യണം? അങ്ങനെയാണ് അതിന്റെ ബസ്. അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാണോ എങ്കിൽ തൊട്ടടുത്ത രാജ്യം ഇങ്ങനെ നോക്കിയിട്ട് കണക്ക് കൂട്ടിയിട്ട്, അപ്പം ചിലപ്പോ ഈ 6 മാസത്തിൽ കുറെ നോമ്പും ഇതും വരും, അത്രേ ഉണ്ടാവുള്ളൂ. അവിടെ രക്ഷപ്പെടും. അല്ലാത്ത സ്ഥലത്ത് നേരെ ചെയ്യണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് സമയം കടന്ന സുമ്മ അതിമ്മു സിയാമ ഇലൽ ലൈൽ.